गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഓം ഇന്ന് ഈയൊരു പഠനത്തെക്കുറിച്ച് എല്ലാ മാസവും ഇടുന്നത് പോലെ സന്ദേശം ഇടാൻ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് പലരും ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അവസാനത്തെ ഞായറാഴ്ച ഇല്ലാച്ചാൽ മാത്രമേ ഇടണ്ടൂ, ഉണ്ടെന്ന് ഇടേണ്ട ആവശ്യമില്ല. എല്ലാ അവസാന ഞായറാഴ്ചയും ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കും എന്നിടേണ്ട ആവശ്യമില്ല. ഇല്ലാച്ചാൽ മാത്രമേ ഇടണ്ടൂ. അങ്ങനെ ഇല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. 2-3 പ്രാവശ്യമേ ഉള്ളൂ. പിന്നെ കോവിഡ് കാലത്തും. ഇന്ന് നമ്മുടെ ഇവിടുത്തെ വൃദ്ധസേവാ കേന്ദ്രത്തിലൊരു അന്തേവാസി ശരീരം ശാന്തമായിട്ടുണ്ട്. ഡോക്ടർ വന്ന് നിർണ്ണയിക്കൽ കഴിഞ്ഞിട്ടില്ല, പക്ഷേ പോയി കഴിഞ്ഞു. അദ്ദേഹം തീരെ വയ്യാതെ 2-3 മാസം ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ മടക്കിയതാണ് ഇന്നലെ. ഇന്ന് രാവിലെ തന്നെ യാത്രയായിട്ടുണ്ട്. അത് നന്നായി, അധികം കഷ്ടപ്പെടാതെ. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവില്ല. കുറച്ച് നേരം ഒത്തുകൂടി പഠിച്ച് പിന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ കടക്കേണ്ടി വരും. ഇവിടെ 7-ാം അധ്യായത്തിൽ പരാപരാപ്രകൃതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപരാപ്രകൃതിയുടെ ഭാഗമായിട്ട് സത്വരജസ് തമോ ഗുണഭേദങ്ങളെ പറഞ്ഞു. തുടർന്ന് 13-ാം ശ്ലോകത്തിൽ ഈ ഗുണഭാവങ്ങളാൽ മോഹിക്കപ്പെട്ടിട്ട് ലോകം എന്നെക്കുറിച്ച് അറിയുന്നില്ല, കാരണം ത്രിഗുണമയിയായ എൻ്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ്. എന്നാൽ എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നു അവർ മായയെ തരണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നരാധമന്മാരും ദുഷ്കൃതികളും ദുഷ്കർമ്മങ്ങളെ തന്നെ ചെയ്ത് കൂട്ടിയിട്ടുള്ളവരുമായ മൂഢന്മാർ മായ കൊണ്ട് അപഹരിക്കപ്പെട്ട ബുദ്ധിയോടൊത്തവർ, അതുകൊണ്ട് തന്നെ ആസുരമായ ഭാവത്തെ ആശ്രയിക്കുന്നവർ ഒരിക്കലും എന്നെ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞു. അതാണ് 15-ാം ശ്ലോകം. അപ്പം എല്ലാവരും അങ്ങനെയാണോ? എല്ലാവരും ദുഷ്കൃതികളും നരാധമന്മാരും മൂഢന്മാരും ആസുരഭാവത്തെ പ്രാപിച്ചവരും ഒക്കെ ആയിട്ട് ഒരിക്കലും ഭഗവത് തത്വത്തെ അറിയാത്തവരാണോ? അങ്ങനെയല്ല. അതാണ് 16-ാം ശ്ലോകത്തിൽ സത്കർമ്മങ്ങളെ ചെയ്തവരായ 4 പ്രകാരത്തിലുള്ള ജനങ്ങൾ എന്നെ ഭജിക്കുന്നു. ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും ജ്ഞാനിയുമാണ് അവർ എന്ന് പറഞ്ഞു. അത് നമ്മൾ പഠിച്ചതാണ്. ഈ കൂട്ടത്തിൽ നിത്യയുക്തനായ ജ്ഞാനി വിശിഷ്ടനാണ്. ഏകമായ ഭക്തിയോടൊത്ത ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഞാൻ അവനും പ്രിയപ്പെട്ടവനാണ്.
അപ്പം ഇവിടെ വാസ്തവത്തിൽ 4 പ്രകാരത്തിൽപ്പെട്ട ഭക്തന്മാരെ ആദ്യം വർണ്ണിച്ചു. ഒന്ന്, ദുഃഖമോചനത്തിന് ഭജിക്കുന്നവൻ. 2, തത്വജ്ഞാനം ഇച്ഛിച്ച് ഭജിക്കുന്നവൻ. 3, കാര്യപ്രാപ്തി ഇച്ഛിച്ച് ഭജിക്കുന്നവൻ. 4, ജ്ഞാനി. അപ്പം 3 പേരിലും പ്രത്യേകമായ ഇച്ഛകളുണ്ട്. ഒന്ന്, ദുഃഖനിവൃത്തിക്കുള്ള ഇച്ഛ. 2, തത്വജ്ഞാനത്തിനുള്ള ഇച്ഛ. 3, കാര്യപ്രാപ്തിക്കുള്ള ഇച്ഛ. അപ്പം 3 പേരും ഇച്ഛുക്കളാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഇച്ഛയില്ല. അപ്പോൾ 4 പ്രകാരത്തിൽപ്പെട്ട ഭക്തന്മാരെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് 2ആയി വിഭജിക്കപ്പെടുകയാണ്. ഒന്ന്, പ്രത്യേകം ഇച്ഛകളോടുകൂടി ഭജിക്കുന്നവരും. 2, ജ്ഞാനിയും. അത് ഭഗവാൻ തന്നെ വിഭജിച്ചു. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തി വിശിഷ്യതേ. ഇപ്പം 4 പേരെ പറഞ്ഞിട്ട് ഒരാളെ പ്രത്യേകം വിശിഷ്ടനാകുന്നു എന്ന് പറഞ്ഞാൽ അയാളെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി. ജ്ഞാനി ഏകഭക്തിയാണ് എന്നും പറഞ്ഞു. ഇതാണ് നമ്മൾ പഠിച്ച ഭാഗം. ഇവിടെ നമ്മൾ ഒരല്പം ചിന്തിച്ചാൽ ഭക്തിശാസ്ത്രങ്ങളിൽ ഭക്തിയെ പരാഭക്തി എന്നും അപരാഭക്തി എന്നും വിഭജിച്ചിട്ടുണ്ട്. പരാഭക്തി തന്നെയാണ് മുഖ്യയായ ഭക്തി. അപരാഭക്തി ഗൗണീ ഭക്തിയാണ്. അപ്പം ആർത്തൻ്റെയും ജിജ്ഞാസുവിൻ്റെയും അർത്ഥാർത്ഥിയുടെയും ഭക്തി ഗൗണീ ഭക്തിയിലാണ് അന്തർഭവിക്കുക. ജ്ഞാനിയുടെ ഭക്തിയാകട്ടെ അനന്യഭക്തിയാണ്, അത് പരാഭക്തിയാണ്. ഇത്രയും വേർതിരിവ് നമ്മൾ മനസ്സിലാക്കണം. തുടർന്നാണ് 18-ാം ശ്ലോകം നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ഒരു സംശയം വരികയാണ്. 17-ാം ശ്ലോകത്തിൽ പറഞ്ഞു ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം, ന തർഹി ആർത്താദയഃ ത്രയഃ വാസുദേവസ്യ പ്രിയാഃ? ന കിം തർഹി? നോക്കൂ, ന തർഹി ആർത്താദയഃ ത്രയഃ വാസുദേവസ്യ പ്രിയാഃ ന കിം തർഹി. അപ്പം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ തർഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആർത്താദയഃ ത്രയഃ, ആർത്താദി 3 പേര്. അരെ ഈ ആർത്താദി 3 പേര്, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി എന്നീ 3 പേര് ന വാസുദേവസ്യ പ്രിയാഃ, ഭഗവാന് പ്രിയപ്പെട്ടവരല്ല അല്ലേ? ജ്ഞാനി എനിക്ക് പ്രിയപ്പെട്ട ആളാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള 3 പേരും പ്രിയപ്പെട്ടവരല്ല എന്നർത്ഥമില്ല. പക്ഷെ സാമാന്യ ലോകത്തിൽ അങ്ങനെയാ ചിന്തിക്കുക. 10 പേരെ പറഞ്ഞിട്ട് എനിക്ക് അയാളോട് വളരെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഇഷ്ടമില്ല എന്നല്ല അർത്ഥം. ആണോ? മറ്റുള്ളവരോട് ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ്. അത് കുറച്ച് കുറയുമെന്നൊരു സംശയമുണ്ട് അല്ലേ? അതാണ് ചോദ്യം. ന തർഹി അർത്ഥാദേഹ ത്രയഃ വാസുദേവസ്യ പ്രിയാഃ. നാ, അങ്ങനെ പറയരുത്. കിം തർഹി, പിന്നെയോ? പിന്നെന്താ സത്യം? പറയാം. ഉദാരാ സർവയേവൈതേ ജ്ഞാനി ത്വാത്മൈവ മേ മതം ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ഉദാരാ സർവയേവൈതേ ജ്ഞാനി ത്വാത്മൈവ മേ മതം
ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. സർവേ ഏതേ ഉദാരാഹ ഏവ. ഭഗവാൻ ആദ്യം പറയുകയാണ്, ഏതേ സർവേ, ഇവരെല്ലാവരും. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ 4 തരക്കാരും. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി എന്ന് പറയപ്പെട്ട 4 തരക്കാരും സർവേ ഏതേ, ഇവരെല്ലാവരും ഉദാരാഹ ഏവ, ഉദാരന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. ഇവരെല്ലാവരും ശ്രേഷ്ഠന്മാരാണ്, ആരും മോശക്കാരല്ല. നേരത്തെ കഴിഞ്ഞതിന് മുമ്പത്തെ ശ്ലോകത്തിൽ ചതുർവിധാഹ ജനാഹ മാം ഭജന്തേ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സുകൃതിനഹാം, സുകൃതികളായ 4 തരക്കാരെന്നെ ഭജിക്കുന്നു. അപ്പം 4ഉം സുകൃതികളാണ്. സുകൃതികൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവർ, നല്ല നല്ല കർമ്മങ്ങളെ ചെയ്തവർ. എത്ര പുണ്യകർമ്മങ്ങളെ ചെയ്യാമോ, എത്ര സൽക്കർമ്മങ്ങളെ ചെയ്യാമോ അത്രയും ചെയ്തവരാ ഈ 4 പേരും. അങ്ങനെയുള്ളവർക്കേ ഭക്തി ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഭക്തി ഉണ്ടാവില്ല. ഇതാണ് വസ്തുത. അവന് ഭക്തി ഉണ്ടാവണില്ലല്ലോ, അവൾക്ക് ഭക്തി ഉണ്ടാവണില്ലല്ലോ, നമ്മൾ മാറിയെന്ന് ദുഃഖം പ്രകടിപ്പിച്ചിട്ടൊരു കാര്യമില്ല. അതിനുള്ള പുണ്യം അവരുടെ കൈവശം ഉണ്ടായിരിക്കണം, എന്നാലേ ഭക്തി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് സുകൃതിനഹ എന്ന് നേരത്തെ പറഞ്ഞു. ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്, സർവേ ഏവ ഏതേ ഉദാരാഹ, ഇവരെല്ലാവരും ഉദാരന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. അപ്പോൾ പിന്നെന്താ വ്യത്യാസം? 4 ശ്രേഷ്ഠന്മാരാണെന്ന് വെച്ചാൽ പിന്നെന്താ എന്നാ പറയുകയാണ്, ജ്ഞാനിയാകട്ടെ ആത്മൈവമേ മതം, ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ജ്ഞാനിയെ സംബന്ധിച്ച് ഈശ്വരനുമായി അനന്യതയെ പ്രാപിച്ചിരിക്കുന്നു. മറ്റുള്ളവരിൽ ഉപാസക ഭേദമുണ്ട്. എല്ലാവരും ശ്രേഷ്ഠന്മാർ, ആരും മോശക്കാരല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ പറയും നിർഗുണോപാസന ഉയർന്നതാണ്, സഗുണോപാസന താഴ്ന്നതാണ്, അല്ലെങ്കിൽ സഗുണോപാസന ഉയർന്നതാണ്, നിർഗുണോപാസന താഴ്ന്ന, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഉപാസനയും ഭക്തിയും ശ്രേഷ്ഠമാണ് എല്ലാം. പിന്നെന്താ ഭേദം? ജ്ഞാനി ഞാൻ തന്നെയാണ്. അപ്പം ചോദ്യം, മറ്റുള്ളവർ ഞാൻ തന്നെയല്ലേ? മറ്റുള്ളവർക്ക് ഞാൻ തന്നെയാണെന്ന് അറിയില്ല, അവിടെയാണ് വ്യത്യാസം. മറ്റുള്ളവർക്ക് ഞാൻ തന്നെയാണെന്ന് അറിയില്ല, ജ്ഞാനിക്കറിയാം. അതാണ് പറയുന്നത്, ഉദാരാ സർവ ഏവ ഇതേ ജ്ഞാനി തു ആത്മൈവമേ മതം, ജ്ഞാനി ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സഹ അവൻ, ഹി നിശ്ചയമായും, യുക്താത്മാവാണ്, തന്നോട് ചേർന്നവനാണ്, സമാഹിതനാണ്. സമാഹിതൻ എന്ന് പറഞ്ഞാൽ അടക്കം വന്നവൻ. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം അടങ്ങി തന്നോട് ചേർന്നവനാണ് സമാഹിതൻ. യുക്തമായ ആത്മാവോടൊത്തവൻ, ചേർന്നവൻ. മറ്റുള്ളവർ തന്നോട് ചേർന്നവരല്ല, പലതിനോട് ചേരുന്നവരാ. അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ നിമിഷം തോറും എന്തിനോട് ചേരുന്നു അത് മാറിക്കൊണ്ടേയിരിക്കും. സ്ഥായിയായ ചേർച്ച ഒന്നിനോടുമില്ല.
അല്ല, അത് വിജ്ഞാനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്ഥായിയായ ചർച്ച ഒന്നിനോടും ഇല്ല എന്നുള്ള വിജ്ഞാനിക്കും ശരിയാ. രണ്ടും പക്ഷെ രണ്ട് തലങ്ങളിലാണ്. ഒന്ന് അറിവില്ലായ്മ ഹേതുവായിട്ടാണ്. സഹ യുക്താത്മാ മാം ഏവ അനുത്തമം ഗതിം ആസ്ഥിതഃ. എന്നെ തന്നെ പ്രാപിച്ചവനാണ്, ആസ്ഥിതനാണ്, പൂർണ്ണമായി എന്നിൽ തന്നെ നിലകൊള്ളുന്നവനാണ്. അനുത്തമം ഗതിം ആസ്ഥിത. അനുത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഗതിയെ പ്രാപിച്ചവനാണ്. ആര്? ജ്ഞാനി. എന്തുകൊണ്ട്? യുക്താത്മാവായതുകൊണ്ട്. അപ്പം ജ്ഞാനി യുക്താത്മാവാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സർവോത്കൃഷ്ടമായ ഗതിയെ പ്രാപിച്ചവനാണ് അവൻ. ഇതാണ് പറയുന്നത്. വ്യക്തമാണല്ലോ. അപ്പോൾ സുകൃതികളായ 4 വിഭാഗങ്ങളെ ആദ്യം പറഞ്ഞു, പിന്നെ രണ്ടായി തിരിച്ചു. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി, ജ്ഞാനീച്ച. ജ്ഞാനിയുടെ മഹിമയും പറഞ്ഞു. അവൻ പരമമായ മോക്ഷമാർഗത്തിൽ പ്രവൃത്തനാണെന്നും പറഞ്ഞു. എന്നോട് ചേർന്നവനാണ്. ഇതാണ് ആ ഒരു പ്രകരണം. അതുകൊണ്ട് നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ നരാധമാഹ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഹ എന്ന് നേരത്തെ പറഞ്ഞു. അതിൽ നിന്ന് ഭിന്നരായവരാണിവർ. അത് ജ്ഞാനി എന്നെ തന്നെ പ്രാപിച്ചവനുമാണ്. 2 വിഭാഗമായി തിരിച്ചു. ഒന്ന് സംസാരഭാജന്മാരും 2 മുക്തിഭാജന്മാരും. 2 വിഭാഗമായി തിരിച്ചു. വ്യക്തമാണല്ലോ. നോക്കൂ. ഉദാരാഹ ഉത്കൃഷ്ടാഹ സർവ ഏവ ഏതേ ത്രയഃ അപി മമ പ്രിയാഃ ഏവ ഇത്യർത്ഥഃ. നഹി കശ്ചിത് മദ്ഭക്തോ മമ വാസുദേവസ്യ പ്രിയോ ഭവതി. ജ്ഞാനീ തു അത്യർത്ഥം പ്രിയഃ ഭവതി ഇതി വിശേഷഃ. തത് കസ്മാദിത്യാഹ ജ്ഞാനീ തു ആത്മാ ഏവ ന അന്യഃ മത്തഃ ഇതി മേ മമ മതം നിശ്ചയഃ. ആസ്ഥിതഃ ആരോഢും പ്രവൃത്തഃ സഹ ജ്ഞാനീ ഹി യസ്മാദ് അഹമേവ ഭഗവാൻ വാസുദേവഃ ന അന്യഃ അസ്മീതി ഏവം യുക്താത്മാ സമാഹിതചിത്തഃ സൻ മാമേവ പരം ബ്രഹ്മ ഗന്തവ്യം അനുത്തമം ഗതിം ഗന്തും പ്രവൃത്തഃ ഇത്യർത്ഥഃ. ഉദാരാഹ ഉത്കൃഷ്ടാഹ സർവ ഏവ ഏതേ ത്രയഃ അപി മമ പ്രിയാഃ ഏവ ഇത്യർത്ഥഃ. നഹി കശ്ചിത് മദ്ഭക്തഃ മമ വാസുദേവസ്യ അപ്രിയഃ ഭവതി. ജ്ഞാനീ തു അത്യർത്ഥം പ്രിയഃ ഭവതി ഇതി വിശേഷഃ. തത് കസ്മാത് ഇത്യാഹ ജ്ഞാനീ തു ആത്മാ ഏവ ന അന്യഃ മത്തഃ ഇതി മേ മമ മതം നിശ്ചയഃ. ആസ്ഥിതഃ ആരോഢും പ്രവൃത്തഃ സഹ ജ്ഞാനീ ഹി യസ്മാദ് അഹമേവ ഭഗവാൻ വാസുദേവഃ ന അന്യഃ അസ്മി ഇത്യേവം യുക്താത്മാ സമാഹിതചിത്തഃ സൻ മാമേവ പരം ബ്രഹ്മ ഗന്തവ്യം അനുത്തമാം ഗതിം ഗന്തും പ്രവൃത്തഃ ഇത്യർത്ഥഃ. അപ്പോൾ ഉദാരാഹ ഉത്കൃഷ്ടന്മാരാണ്. ഉത്കൃഷ്ടാഹ ഉത്കൃഷ്ടന്മാർ, ശ്രേഷ്ഠന്മാർ. സർവേ ഏവ ഏതേ ത്രയഃ അപി. ഈ ത്രയഃ അപി 3 വിഭാഗക്കാർ, 3 അല്ല 4.
അവിടെ ശരിക്കും പറഞ്ഞാൽ ത്രയഹ എന്ന് പറയേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം 4 പേരെ കുറിച്ചാണ് ചർച്ച. അപ്പം 4 പേരും ശ്രേഷ്ഠന്മാരാണ്. ഭാഷ്യകാരൻ പറയുന്നു ത്രയഹാബി എന്നാണ്. അതില്ല, അത് പോട്ടെ, സാധ്യത ഉണ്ട്, അത് വേറെ. ഇപ്പം പറഞ്ഞവരെ കുറിച്ച് അപ്പം പറയണത്. അതെ, ഭാഷ്യകാരൻ അങ്ങനെ പറയാൻ കാരണം ന തർഹി അർത്ഥാദയ ത്രയഃ വാസുദേവസ്യ പ്രിയാഹ എന്നുള്ള ഭാഷ്യത്തിന് തുടർച്ചയായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 പേരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരല്ല അല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഭാഷ്യകാരൻ ത്രയഃ ശബ്ദം അവിടെ ചേർത്തത്. വാസ്തവത്തിലൂടെ ത്രയഃ ആവശ്യമില്ല. കാരണം 4 പേരെയാണ് പറഞ്ഞത്. അപ്പോൾ ഉദാരന്മാരാണ് ഇവരെല്ലാവരും. എന്നാൽ ജ്ഞാനി മമ പ്രിയായവ, അവരെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാ, 4 പ്രിയപ്പെട്ടവരാ. നഹി കശ്ചിത് മത് ഭക്തോ മമ വാസുദേവസ്യ അപ്രിയോ ഭവതി. എൻ്റെ ഭക്തൻ ഒരിക്കലും എനിക്ക് അപ്രിയനാവില്ലല്ലോ. വാസുദേവ ഭക്തന്മാർ ആരും തന്നെ എനിക്ക് അപ്രിയർ ആവില്ല. ജ്ഞാനി തു അത്യർത്ഥം പ്രിയ ഭവതി. ഇത് വിശേഷ. ജ്ഞാനി അത്യർത്ഥം പ്രിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് അർത്ഥം മറ്റവരോട് പ്രിയ ഇല്ല എന്നല്ല, ഇല്ലേ? അങ്ങനെയല്ലേ? അതെ, അത്യർത്ഥം പ്രിയപ്പെട്ടവർ. ഒരാളോട് എനിക്കൊരധികം സ്നേഹം ഉണ്ടിച്ചിട്ട് മറ്റുള്ളവരോട് സ്നേഹം ഇല്ല എന്നർത്ഥമില്ല. എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ ഒരാളോടൊന്ന് വിശേഷമായിട്ടുണ്ട്. അതാണ് ജ്ഞാനിയോട് വിശേഷമായ സ്നേഹമുണ്ട്. ഇത് രാമായണത്തിൽ ശുനശേപൻ്റെ ചരിത്രത്തിൽ വരുന്നുണ്ട്. മൂത്ത മകനെ യാഗപശുവായിട്ട് കൊണ്ടുപോകാൻ രാജാവ് നിശ്ചയിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ അത് വേണ്ട. എന്നാൽ ഇളയ മകൻ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത് വേണ്ട. അമ്മയ്ക്ക് എപ്പോഴും പ്രിയം ചെറിയ കുട്ടീനോട്, അച്ഛൻ എപ്പോഴും പ്രിയം മൂത്ത കുട്ടിയോട്. അപ്പം നടുവത്തെ ശുനശേവൻ മനസ്സിലാക്കി, എന്നെ സംരക്ഷിക്കാൻ ആരും ഇല്ല, നടുവത്തെ കുട്ടീനോട് ആർക്കും ഇല്ല. അങ്ങനെ രാജാവ് ശുനശേവനെ കൊണ്ടുപോയി. ഈ ചരിത്രം വരുന്നുണ്ട്. ആണോ? ശുനശേവൻ്റെ പിതാവ് ഹരിശ്ചന്ദ്രനല്ല, ഇത് രാമായണമാണ്. ഹരിശ്ചന്ദ്രൻ ഇല്ലല്ലോ അവിടെ. ഹരിശ്ചന്ദ്രൻ മഹാഭാരതത്തിലല്ലേ വരുന്നത്, അല്ലേ? പേര് ഓർമ്മയില്ല. എന്തായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. കരഞ്ഞു പോകുമ്പോഴാണ് പിന്നെ വിശ്വാമിത്രൻ കേട്ടതും വിശ്വാമിത്രന് കരുണ ഉണ്ടായതും വിശ്വാമിത്രൻ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്തതും രക്ഷിച്ചതും ഒക്കെ. അതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഇപ്പോൾ എനിക്ക് ഇളയ കുട്ടീനോട് അധികം സ്നേഹമുണ്ട് പറഞ്ഞാൽ മൂത്തവനോട് സ്നേഹം ഇല്ല എന്നർത്ഥമില്ല, രണ്ടാമത്തവനോട് ഇല്ല എന്നർത്ഥമില്ല. എന്നാലും വിശേഷം ചെറിയവനോട് അമ്മയ്ക്ക്. അച്ഛന് 3 കുട്ടികളുടെ സ്നേഹം ഇല്ല എന്നർത്ഥമില്ല, എന്നാലും മൂത്താളോടൊരു വിശേഷം. അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഇതറിയാൻ തന്നെ പറ്റണ്ടേ, ഒക്കെ അതിന് ഒന്നാണ്. കുട്ടി ഉള്ളത് തന്നെ ഒന്ന്, അപ്പോൾ അതിനോട് ഉണ്ടാവുകയില്ല. ശരി. അതുകൊണ്ട് എനിക്ക് പ്രിയമല്ലാത്തൊരു ഭക്തനോട്, എല്ലാ ഭക്തനോടും എനിക്ക് പ്രിയം തന്നെ. പക്ഷേ ജ്ഞാനി ഒന്ന് വിശേഷം. അതെന്താ അങ്ങനെ? അതെന്താ അങ്ങനെ? ജ്ഞാനിയോടൊരു പ്രത്യേക സ്നേഹം, അത് ശരിയുണ്ടോ എന്ന ചോദ്യം. അതിന് കാരണമുണ്ട്. ജ്ഞാനീതു ആത്മായേവ, ജ്ഞാനി ഞാൻ തന്നെയാണ്. ജ്ഞാന്യഹ മത്തഹ, അവൻ അന്യത്വം ഇല്ല. മറ്റെല്ലാവരും എന്നെ ഉപാസ്യനായി കണ്ട് ഉപാസിക്കുന്നു. ജ്ഞാനിക്ക് ഉപാസക ഭേദം ഇല്ല. ജ്ഞാനി ഞാൻ തന്നെയാണ്. അതാണ് വ്യത്യാസം. ജ്ഞാനീത്വ ആത്മൈവ.
എന്നാണ് എൻ്റെ അഭിപ്രായം. ആസ്ഥിത ആരോടും പ്രവൃത്തഃ സ ജ്ഞാനി യസ്മാത് അഹമേവ ഭഗവാൻ വാസുദേവ നാന്യഹസ്മീതി. ഞാൻ ഭിന്നനല്ല, സാക്ഷാൽ വാസുദേവ സ്വരൂപനാണ് ഞാൻ എന്ന ഉറച്ച ബോധമുള്ള ജ്ഞാനി ആരോടും പ്രവൃത്തഃ, അവൻ ആസ്ഥിതനാണ്, അവൻ മുക്തിമാർഗത്തിലേക്ക് കയറുന്നവനാണ്. യുക്താത്മാ സമാഹിത ചിത്തനാണ് അവൻ, അവൻ്റെ മനസ്സ് വേറെ എവിടെയും പോകുന്നില്ല. മാമേവ പരം ബ്രഹ്മഗന്തവ്യം അനുത്തമാം ഗതിം ഗന്ധം പ്രവൃത്തഃ, ഞാനാകുന്ന പരബ്രഹ്മത്തിലേക്ക് അവൻ പ്രവൃത്തനാണ്. അവനെ ആകർഷിക്കുന്ന ഒന്നും അന്യമായിട്ടില്ല, തള്ളാനോ കൊള്ളാനോ അവനില്ല. അവൻ സ്വരൂപസ്ഥിതനാണ്. ഇതാണ് പറയുന്നത്. ഇതാണ് ആ ഒരു പ്രകരണത്തിൻ്റെ ഉപസംഹാരം. ജ്ഞാനി പുനഃ അഭിസ്തൂയതേ, ജ്ഞാനി പിന്നെയും സ്തുതിക്കപ്പെടുന്നു. ഒന്നും കൂടി ഒരു ശ്ലോകം കൂടി ജ്ഞാനിയെ സ്തുതിക്കാൻ. അതെന്താ? ബഹൂന ജ്ഞാനി പുനഃ അഭി സ്തൂയതേ, ജ്ഞാനി പിന്നെയും സ്തുതിക്കപ്പെടുന്നു, വീണ്ടും ജ്ഞാനി സ്തുതിക്കപ്പെടുന്നു. പറഞ്ഞിട്ടും ഭഗവാന് മതിയാവുന്നില്ല. എന്താണ് നോക്കൂ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവഃ സർവമിതി സ മഹാത്മാസു ദുർലഭഃ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവഃ സർവമിതി സ മഹാത്മാസു ദുർലഭഃ.